സൺഡേ ആണ് നമ്മളൊക്കെ ലേറ്റായിട്ടാണല്ലോ എണീക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അത് അടുക്കളയിൽ നിന്ന് നല്ല ചൂടുള്ള പുട്ടിൻ്റെ മണവും കടലക്കറിയുടെ മണവും ഇങ്ങനെ വന്നപ്പോൾ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടിയില്ല. വേഗം ചെന്ന് പല്ല് വെച്ച് ഞാൻ പുട്ട് കഴിക്കാൻ പോവാണ് ധൃതി പിടിച്ച്. അങ്ങനെ നല്ല പൊൻകതിറിൻ്റെ പുട്ടും കടലയും കഴിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് കോൾഡ് പിടിച്ചു. അതാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇന്ന് സൺഡേ കൊണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ബിരിയാണി പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തു. കാരണം വേഗം കഴിയാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് ചിക്കൻ കഴുകാൻ കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അരി കഴുകാൻ തന്നു. അപ്പോൾ എനിക്ക് തന്ന ഡ്യൂട്ടി ഞാൻ നല്ലോണം ആത്മാർത്ഥത്തോടുകൂടി ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അരി ഞാൻ നല്ലോണം കഴുകി. ബിരിയാണി ഉണ്ടാക്കണ ദിവസം സ്പ്രിൻറ്റും ഐസ്ക്രീമും മസ്റ്റാണ്. ബിരിയാണി കഴിക്കുമ്പോൾ കൂടെ സ്പ്രിൻറ്റില്ലെങ്കിൽ സുഖമില്ല. അതുപോലെ തന്നെ ബിരിയാണി കഴിച്ചെങ്കിൽ എന്തെങ്കിലും മധുരം കഴിക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് കടയിൽ പോയി ഐസ്ക്രീമും സ്പ്രിൻ്റൊക്കെ കാണിച്ചുകൊണ്ടൊന്ന് കുളിച്ചെങ്കിൽ പോയിട്ട് അങ്ങനെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റണ്ടായി. ഞാൻ പോയി ബിരിയാണി എടുത്ത് കഴിച്ച് അങ്ങനെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കപ്പുറത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നൈസായിട്ട് തൃശ്ശൂർക്ക് വിട്ടു.